ഇന്ന് എടുക്കാൻ പോകുന്നത് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ആണ്. നമ്മുടെ സിലബസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് ടോപ്പിക് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ എടുത്തതും ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊന്നും എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു കാര്യമില്ല, ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ടു ഒപ്റ്റിക്സ് തന്നുകൊണ്ട് മാത്രം. ഓക്കെ, സോ സിലബസ് പ്രകാരം നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് ഫണ്ടമെന്റൽസ് നോക്കാം. ഓക്കെ, ലൈറ്റിന്റെ ബിഹേവിയർ നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തു. നൗ നമ്മൾ പല മീഡിയംസ് ഉണ്ട്. ലൈറ്റ് ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലൂടെ ഒക്കെ പാസ് ചെയ്യും. ലൈറ്റ് എയറിലൂടെ പാസ് ചെയ്യും, ലൈറ്റ് വാക്വത്തിലൂടെ പാസ് ചെയ്യും, ലൈറ്റ് ഗ്ലാസ്സിലൂടെ പാസ് ചെയ്യും, ലൈറ്റ് ഇറ്റ് വിൽ ട്രാവൽ ത്രൂ വാട്ടർ. ഓക്കെ, അപ്പോൾ പല മീഡിയത്തിലൂടെയും ലൈറ്റ് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റിന് എന്ത് സംഭവിക്കും? ഒരു മിനിറ്റ്. ഓക്കെ, ശരി, വിൽ കണ്ടിന്യൂ. സോ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ലൈറ്റ്? അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, when light travels from a rarer medium to denser medium, light bends towards the normal. നേരെ തിരിച്ചാണെങ്കിൽ ലൈറ്റ് ബെൻസ് അവേ ഫ്രം ദ നോർമൽ, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ഈ റെയറർ മീഡിയം, ഡെൻസർ മീഡിയം, അതായത് ഡെൻസിറ്റി, സം ഡെൻസിറ്റി, ദാറ്റ് ഇസ് കാൾഡ്, അത് നമ്മുടെ ഫിസിക്കൽ ഡെൻസിറ്റി അല്ല പറയുന്നത്, മാസ് ബൈ വോളിയം എന്നുള്ളൊരു കൺസെപ്റ്റിലല്ല ഇവിടെ പറയുന്നത്. ദാറ്റ് ഇസ് കാൾഡ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, ഡെൻസർ മീഡിയം, റെയറർ മീഡിയം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ ദാറ്റ് ഇസ് വേറൊരു പേരാണ് അതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ചസ് ഫോർ പല മെറ്റീരിയലിനും പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു ഫിസിക്കൽ മീനിങ്? ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ പറയും 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. എവിടെയാണെന്നുള്ളത് ചോദ്യം. ഓക്കെ, സോ ദാറ്റ് വാല്യൂ ഈസ് എക്സാക്ട്ലി ഇൻ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം. വാക്വത്തിലുള്ള ലൈറ്റിന്റെ വെലോസിറ്റിനെയാണ് നമ്മൾ 3 × 10⁸ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് അബൌട്ട് എയർ? വാക്വത്തിൽ നിന്ന് മാറിയിട്ട് എയറിൽ എത്തിയാൽ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ചസ് അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ചസ്. പക്ഷെ എയറിലാണെങ്കിലും ലൈറ്റ് വെലോസിറ്റി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3 × 10⁸. ഏതാണ്ട് അതേ വെലോസിറ്റിയിൽ തന്നെ വാക്വത്തിൽ പോകുന്ന അതേ വെലോസിറ്റിയിൽ തന്നെ എയറിലും പോകും. അപ്പോൾ നമുക്ക് ഒരു നോട്ടീസബിൾ ഡിഫറൻസ് അവിടെ ഇല്ല, ചെറുതായിട്ട് കുറയുമെങ്കിലും ദാറ്റ് ഈസ് വെരി സ്മോൾ. സോ വി വിൽ കൺസിഡർ ലൈക്ക് ഇൻ എയർ ആൾസോ ദ വെലോസിറ്റി ഈസ് സെയിം 3 × 10⁸. Now what will happen if it enters a material such as glass അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ഗ്ലാസ് പോലുള്ള മെറ്റീരിയലിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ആ ലൈറ്റിന്റെ എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റിന്റെ വെലോസിറ്റി ചേഞ്ചസ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ചേഞ്ചസ്. അവർ മീഡിയത്തിന്റെ ഉള്ളിൽ ലൈറ്റിന്റെ വെലോസിറ്റി 3 × 10⁸ അല്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻസൈഡ് എ ഗ്ലാസ്, നമ്മുടെ സാധാരണ ഗ്ലാസ്, ഓക്കെ, ദാറ്റ് ഈസ് 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സോ ഗ്ലാസിന്റെ ഉള്ളിൽ ലൈറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഡ്രാസ്റ്റിക്കലി ചേഞ്ചസ്. ഇറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ്. ഓക്കെ, ചെറിയ ഡിഫറൻസ് അല്ല. കാരണം 3 × 10⁸ നിന്ന് 2 × 10⁸ ആയി. ദാറ്റ് ഈസ് 1/3 അല്ലെങ്കിൽ 33% റിഡക്ഷൻ ഉണ്ടായി. സോ വെലോസിറ്റി ഓഫ് ലൈറ്റ് റെഡ്യൂസസ് ബൈ 1/3. 1/3 ആയിട്ട് കുറഞ്ഞിരിക്കുക. ഓക്കെ, അതൊരു ഹ്യൂജ് ഡിഫറൻസ് തന്നെയാണ്. ഓക്കെ, വാട്ട് എൽസ് ചേഞ്ചസ്? വേറെ എന്ത് ചേഞ്ച് ചെയ്യാം? വെലോസിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, വേറെ എന്ത് ചേഞ്ച് ചെയ്യും? വേവ് ലെങ്ത് ചേഞ്ചസ്. ഓക്കെ, ഇപ്പം നമുക്ക് നോർമലി ഇല്ലാത്ത കൺസെപ്റ്റ് ആണ്. നമ്മൾ ചോദിക്കും വാട്ട് ഇസ് ദ വേവ് ലെങ്ത് ഓഫ് റെഡ് ലൈറ്റ്? അപ്പോൾ നമ്മൾ പറയും അപ്രോക്സിമേറ്റ്ലി 650 നാനോമീറ്റർ, 650 നാനോമീറ്റർ എന്ന് പറയും. ദാറ്റ് ഈസ് റോങ്. ഈ 650 നാനോമീറ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻ എയർ അല്ലെങ്കിൽ വാക്വം. ഓക്കെ,
നോട്ട് ഇൻ മീഡിയം. മീഡിയത്തിലെത്തുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് മാറും. ദാറ്റ് ചേഞ്ചസ്. സോ ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി മാറുന്നുണ്ട്, വേവ് ലെങ്ത് മാറുന്നുണ്ട്, പക്ഷെ ഫ്രീക്വൻസി മാറില്ല. ഫ്രീക്വൻസി റിമെയിൻസ് സെയിം. ഓക്കെ. സോ എപ്പോഴും നമ്മളൊരു കളറിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് വെലോസിറ്റി മീൻസ് വേവ് ലെങ്ത് വെച്ചിട്ടല്ല. വി ഹാവ് ടു ഐഡന്റിഫൈ വിത്ത് ഫ്രീക്വൻസി. എക്സാക്ട്ലി നമ്മൾ പറയുന്നത് ഫ്രീക്വൻസിയാണ്. പക്ഷെ നമ്മൾ പല കോണ്ടെക്സ്റ്റിലും നമ്മൾ ഡയറക്ട്ലി വേവ് ലെങ്ത് ആണ് മെൻഷൻ ചെയ്യുക. ഓക്കെ. അത് അസ്യൂം ചെയ്യുന്നത് ദാറ്റ് ലൈറ്റ് ഈസ് ട്രാവൽസ് ഇൻ എയർ എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ എക്സാക്ട്ലി സ്പീക്കിംഗ് യു ഹാവ് ടു മെൻഷൻ ദ ഫ്രീക്വൻസി. ഓക്കെ. സോ ഇതാണ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചുകൾ. വെലോസിറ്റി ചേഞ്ച് ചെയ്യും, വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യും, ബട്ട് ഫ്രീക്വൻസി റിമെയിൻസ് സെയിം. ഓക്കെ. നൗ നമ്മളിപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, റയർ മീഡിയം, ഡെൻസർ മീഡിയം. ഓക്കെ. സോ എന്താണ് ഈ ബേസിക്കലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രിസത്തിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യും, എക്സ്പെരിമെൻ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. So you will get a value approximately 1.5. So any unit ഒന്നുമില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല, 1.5. വാട്ട് ദാറ്റ് നമ്പർ ഇൻഡിക്കേറ്റ്സ്? ആ 1.5 എന്ന് പറയുന്ന നമ്പർ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ വാട്ട് ഇൻഫർമേഷൻ യു വിൽ ഗെറ്റ് ബൈ മെൻഷനിങ് എ നമ്പർ 1.5? ഓക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ് ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. ഇപ്പം ഞാൻ ഗ്ലാസിൻ്റെ കേസിൽ പറഞ്ഞു വെലോസിറ്റി വളരെ കുറഞ്ഞു, ദാറ്റ് ഈസ് 2 × 10⁸ ആയിട്ട് മാറി, ദാറ്റ് ഈസ് 1/3 റിഡക്ഷൻ ഉണ്ടായി. ഓക്കെ. സോ അക്കോർഡിംഗ് ടു അതിൽ എഴുതിയിട്ടുള്ള ഫോർമുല പ്രസൻറ്റേഷൻ LMS അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ ഒപ്പം കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ ഫോർമുല എഴുതിയിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N = C/V, where C is the velocity of light, V is the velocity of light in medium. ഓക്കെ. അപ്പോൾ സി നമുക്കറിയാം 3 × 10⁸ ഡിവൈഡഡ് ബൈ, ഇപ്പം ഞാൻ വെലോസിറ്റി പറഞ്ഞു, ദാറ്റ് ഈസ് 2 × 10⁸. സോ ബേസിക്കലി 3/2. ആൻസർ ഈസ് 3/2, ദാറ്റ് ഈസ് 1.5. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ആ നമ്പർ കിട്ടിയാൽ നമുക്ക് വി ക്യാൻ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി നമുക്ക് ഒരുവിധം പ്രോബ്ലംസ്, ഒപ്റ്റിക്സിലെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുന്ന ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് വെച്ചിട്ടാണ്. ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ റേ ഒപ്റ്റിക്സ്. നമുക്ക് റേ ഡയഗ്രാം വെച്ചിട്ട് നമുക്കതിൻ്റെ പാത്തുകളും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീൽഡിനെയാണ് നമ്മൾ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ റേ ഒപ്റ്റിക്സ് എന്ന് പറയുക. ഓക്കെ. അപ്പോൾ അതിൽ പ്രസൻറ്റേഷൻ നോക്കിയാൽ കാണാം, ഞാനൊരു ഫിഗർ അതിലിട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദർ ഇസ് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ 2 മീഡിയ, മീഡിയം 1 ആൻഡ് മീഡിയം 2. സോ ലൈറ്റ് ട്രാവൽസ് ഫ്രം 1 മീഡിയം ടു അനദർ. സോ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് എ എന്ന് സ്റ്റാർട്ട് ചെയ്തു, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ട്രാവൽ ചെയ്യാണ്. ഓക്കെ. സോ ഒ എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തുമ്പോൾ മീഡിയം ചേഞ്ചസ്. സോ ദ ലൈറ്റ് ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ ടു റീച്ച് ദ പോയിന്റ് ബി. ഇതാണ് ഫിഗർ. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ പറയുമ്പോൾ പാത്ത് ലെങ്ത് എന്ന് പറയും. വാട്ട് ഇസ് പാത്ത് ലെങ്ത്? പാത്ത് ലെങ്ത് രണ്ട്. ഓക്കെ, ശരി. അപ്പോൾ രണ്ട് തരത്തിലുള്ള പാത്ത് ലെങ്ത് നമ്മൾ ഒപ്റ്റിക്സിൽ സാധാരണ പറയും. ദ ഫസ്റ്റ് വൺ ഈസ് ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്. ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്, സപ്പോസ് ഇഫ് ലൈറ്റ് ട്രാവൽസ് ഫ്രം എ പോയിന്റ് എ ടു ബി, the actual path traveled by the physical path traveled by the light, അതിനെയാണ് നമ്മൾ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുക. സോ ദാറ്റ് ഈസ് ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ എ മുതൽ ബി വരെ ആ ലൈറ്റ് പോകുന്നത് ത്രൂ എ പോയിന്റ് ഒ. സോ ദ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് L ഈസ് ഡിഫൈൻഡ് ആസ് AO + OB. ഈ രണ്ട് ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് അതല്ല. ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്തിനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ യൂഷ്വലി ഡെൽറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യും.
സോ ഡെൽറ്റ എ മുതൽ ഒ വരെയുള്ള ഡെൽറ്റ എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് എ ഒ ഇൻറ്റു ആ മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ദാറ്റ് ഇസ് n1. ദെൻ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഒ ബി എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ഒ ബി ഇൻറ്റു ആ മീഡിയത്തിലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2. സോ ദ ടോട്ടൽ ഒപ്റ്റിക്കൽ പാത്ത് ഫ്രം എ ടു ബി, so that is equal to AO into N1 plus OB into N2. So that is the total optical path length. Okay. If it is in air, ഒരു എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നതും എയറിലാണെന്ന് വിചാരിക്കുക, പോയിന്റ് വേറെ മീഡിയങ്ങളൊന്നുമില്ല. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. സോ ആ സമയത്ത് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്തും ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്തും ഈക്വൽ ആയിട്ട് വരും. ഓക്കെ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ ആൾവേസ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് വിൽ ബി ഗ്രേറ്റർ ദാൻ ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്. സോ ബേസിക്കലി ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അത് ഒരു മെറ്റീരിയലിലൂടെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ നോർമലി അത് ഫ്രീ സ്പേസിലായിരുന്നെങ്കിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യുമായിരുന്നു ആ സമയത്തിൽ. അതാണ് ഒരു ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്തിന്റെ ഒരു ഫിസിക്കൽ മീനിങ് വരുന്നത്. ഓക്കെ. So with these fundamentals, we will go to Fermat's principle. Okay. Fermat's principle. Okay. So basically, Fermat's principle is a very powerful tool. With the help of Fermat's principle, we can entirely cover the geometrical optics, അല്ലെങ്കിൽ ray optics. ഈ ഫീൽഡ് മൊത്തം നമുക്ക് ഈ ഒരൊറ്റ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് cover ചെയ്യാൻ പറ്റും. Okay. Such a powerful tool is Fermat's principle. Okay. So Fermat's principle എന്താ പറയുന്നത് വെച്ചാൽ, you can see the figure. Okay. So when രണ്ട് പോയിന്റ് ഉണ്ട് എ ബി. Okay. So എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ലൈറ്റിന് ബി എന്ന് പറയുന്ന പോയിന്റ് വരെ ട്രാവൽ ചെയ്യണം. അപ്പൊ അതിന് ഏത് പാത്ത്, പല പാത്തുകൾ ചൂസ് ചെയ്യാം, ഏത് പാത്ത് ലൈറ്റ് ചൂസ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. സോ ഫെർമാറ്റ്സ് ആദ്യം സജസ്റ്റ് ചെയ്തത് ദാറ്റ് ഇസ് കാൾഡ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം. ഓക്കെ. മിനിമം ടൈം. സോ ലൈറ്റ് വിൽ ചൂസ് എ പാത്ത് ടു ട്രാവൽ ഫ്രം എ ടു ബി സച്ച് ദാറ്റ് ദ ടൈം ടേക്കൺ ഈസ് മിനിമം. ഓക്കെ. അപ്പൊ ലൈറ്റ് ഇങ്ങനെ ആദ്യം എ എന്ന് പറയുന്ന പോയിന്റ് ഇങ്ങനെ ആലോചിക്കും, ബി എന്ന് പറയുന്ന പോയിന്റിൽ എനിക്ക് എത്തണം, ഏത് വഴിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മിനിമം സമയം എടുക്കും, ആ വഴിയിലൂടെ മാത്രമേ ലൈറ്റ് പോകുള്ളൂ. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. ഓക്കെ. ഈ ഫിഗർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ രണ്ട് പാത്ത് വരച്ചിട്ടുണ്ട്. എ മുതൽ ബി വരെ പോകാനായിട്ട് ത്രൂ എ പോയിന്റ് സി ഒരു പാത്ത് ആൻഡ് ത്രൂ എ പോയിന്റ് സി പ്രൈം അനദർ പാത്ത്. അത് ഡോട്ടഡ് ലൈൻ ആയിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ. രണ്ട് പാത്തുണ്ട്, എ സി ബി എന്ന് പറയുന്ന പാത്തുണ്ട്, എ സി പ്രൈം ബി എന്ന് പറയുന്ന പാത്തുണ്ട്. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം, ഇതിൽ ഏത് പാത്ത് ലൈറ്റ് ചൂസ് ചെയ്യും എന്നുള്ള ചോദ്യം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇൻഫിനിറ്റ്ലി സ്മോൾ എലമെന്റ് ഓഫ് ഡിസ്റ്റൻസ് ഡി എസ് എടുത്തു. ഓക്കെ. ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് ആണ് ഡി എസ്. ഓക്കെ. സോ അക്കോർഡിംഗ് ടു ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം, the light chooses a path for which the time taken is minimum compared to nearby paths, all nearby paths. Okay. അപ്പോൾ ലൈറ്റ് ആലോചിക്കുകയാണ്, എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആലോചിക്കുകയാണ് ഏത് പാത്തിലൂടെ പോകണം, ഏത് പാത്തിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മിനിമം സമയം എടുക്കും. ഓക്കെ. ഞാൻ ആ പാത്തിലൂടെ മാത്രമേ പോകുള്ളൂ. സോ ദാറ്റ് ഇസ് ദ മീനിങ്. ഓക്കെ. ഇനി അതിൻ്റെ ഒരു ഓക്കെ. സോ നെക്സ്റ്റ് സ്ലൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എ മുതൽ ബി വരെ പോകണം. ഓക്കെ. സോ വി വിൽ കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഡി എസ്. ഒരു ചെറിയ എലമെന്റ് ഞാൻ എടുക്കാൻ പറഞ്ഞു, ഡി എസ് ഉള്ള എലമെന്റ്. ഓക്കെ. ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ലൈറ്റിന് എത്ര സമയം എടുക്കും? സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ ടൈം. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഓക്കെ. അപ്പൊ അതാണ് ഇവിടെ മേലെ എഴുതിയിരിക്കുന്നത്, ഡി എസ് ഡിവൈഡഡ് ബൈ സി ബൈ എൻ. ഓക്കെ. where ds is the distance, c by n is the velocity in that medium. Okay. Because n equal to c by v, so v equal to c by n. അപ്പോൾ അതിൽ ആ n നമുക്ക് മുകളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ that becomes n ds divided by c.
ഇതാണ് ഈ DS എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം. ആ ചെറിയൊരു ഇൻഫിനിറ്റ്ലി സ്മോൾ എലമെന്റ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം. അത് നമുക്ക് എന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ബി മിനിമം. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ പോയിന്റ് എ നിന്ന് പോയിന്റ് ബി വരെ ട്രാവൽ ചെയ്യാൻ ത്രൂ എ പാത്ത് സി എന്ന് പറയുന്ന പാത്തിലൂടെ പോയിട്ട് മൊത്തം എടുക്കുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ ബൈ tau equal to 1 by c sigma ni di. Okay, because നേരത്തെ പറഞ്ഞു ഈ ds ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം n ds by c ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനെ ഓരോ പോയിന്റിലും അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് ആ ഡിസ്റ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെല്ലാം സം ചെയ്യണം. അങ്ങനെ സം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടൈം നിങ്ങൾക്ക് കിട്ടും ഫ്രം എ ടു ബി. ഓക്കെ, ഇനി ഇറ്റ്സ് എ കണ്ടിന്യൂസ്ലി വേരിയിങ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടിന്യൂസ്ലി വേരിയിങ് ആണെന്നുണ്ടെങ്കിൽ സിഗ്മ എന്നുള്ള നൊട്ടേഷൻ യു ക്യാൻ റീപ്ലേസ് വിത്ത് ഇന്റഗ്രൽ. സോ ബേസിക്കലി ദ ടോട്ടൽ ടൈം ഈസ് ഗിവൺ ബൈ 1 by c ഇന്റഗ്രൽ a to b n ds. ഇന്റഗ്രൽ a to b ത്രൂ എ പോയിന്റ് c എന്ന് പറയുന്ന പോയിന്റിലൂടെ പോകുന്ന പാത്ത്. ഓക്കെ, n ds. ഇത് മിനിമം ആയിരിക്കണം. That is a condition. That is a condition for Fermat's principle. ഇനി ഒരു ഫംഗ്ഷൻ മിനിമം ആയിരിക്കണമെങ്കിൽ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് ഇറ്റ്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഷുഡ് ബി 0, അല്ലെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ആയിരിക്കണം. ഓക്കെ, സോ അഗൈൻ അക്കോർഡിംഗ് ടു Fermat's principle, light will choose a path where the differential of this time, okay, that will be 0. Okay, അപ്പോൾ അതിൽ നമ്മൾ ആ ടോട്ടൽ ടൈം നോക്കിയാൽ അറിയാം ദാറ്റ് ഈസ് 1 by c ഇന്റഗ്രൽ എൻ ഡി എസ് ആണ്. ഓക്കെ, 1 by c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഡിഫറൻഷ്യൽ 0 എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഓഫ് ഇന്റഗ്രൽ എൻ ഡി എസ് ഈക്വൽ ടു 0. സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ വേർ എൻ ഡി എസ് അതിൽ നമുക്ക് നോക്കിയാൽ അറിയാം എൻ ഡി എസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ജോമെട്രിക്കൽ ഡിസ്റ്റൻസ്, ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്. സോ ആ ഈ ഇരിക്കുന്നത് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം പറയുന്നത് ടൈം മിനിമം ആയിരിക്കണം, ആ പാത്ത് മാത്രമേ ലൈറ്റ് ചൂസ് ചെയ്യുള്ളൂ, അതല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പാത്ത് ഈസ് മിനിമം. ദാറ്റ് ഈസ് എ കണ്ടീഷൻ. ഓക്കെ, നൗ അടുത്ത സ്ലൈഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ചില കേസിൽ ഇത് കറക്റ്റ് അല്ല എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മളൊരു ടോട്ടൽ ടൈം കണ്ടുപിടിച്ചു, ആ ടൈം മിനിമം ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പാത്ത് മിനിമം ആണെന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടും സെയിം തന്നെ. ടൈം മിനിമം എന്ന് പറയുന്നതും ഒപ്റ്റിക്കൽ പാത്ത് മിനിമം എന്ന് പറയുന്നതും ബോത്ത് ആർ സെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻഷ്യൽ 0 എടുത്താൽ മതി. പക്ഷെ നമ്മൾ മാത്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സംഭവങ്ങൾ കൂടിയുണ്ട്. ഒരു ഫംഗ്ഷനെ ഡെറിവേറ്റീവ് 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മിനിമം എന്ന് മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി എ മാക്സിമം ആൾസോ. ഓക്കെ, ഇനി വേറൊരു കേസ് ഉണ്ട്. ഇഫ് എ ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം നമ്പർ 5 or 6, അതിൻ്റെയും ഡിഫറൻഷ്യൽ 0 ആയിരിക്കും. ഈ കണ്ടീഷനിലൊക്കെ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ ഫെർമാറ്റ് ആ പ്രിൻസിപ്പിൾ ഒന്ന് മോഡിഫൈ ചെയ്തു. സോ ദാറ്റ് ഇസ് കാൾഡ് മോഡിഫൈഡ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ അത് പ്രകാരം എന്താ പറയുന്നത് വെച്ചാൽ the light ray will correspond to a path for which the time taken is extremum in comparison to nearby paths. എക്സ്ട്രീമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലും അത് മിനിമം ആവാം, അല്ലെങ്കിൽ മാക്സിമം ആവാം, അല്ലെങ്കിൽ സ്റ്റേഷനറി ആവാം. സോ either time can be minimum, time can be maximum, or it can be a stationary. So that is a modified Fermat's principle. Okay, so principle ആകെ ഇത്രയേ ഉള്ളൂ. It's very simple. നമുക്ക് ഒന്നുകിലോ ഒപ്റ്റിക്കൽ ടൈം കണ്ടുപിടിക്കാം, ടൈം ടു ട്രാവൽ ഫ്രം എ ടു ബി, അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് കണ്ടുപിടിക്കാം. അതിന്റെ ഡിഫറൻഷ്യൽ എടുത്തിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്തിന്റെ ഡിഫറൻഷ്യൽ 0 ആവുന്നത് 3 കണ്ടീഷനിൽ വരും. ഐദർ ഇറ്റ് ഈസ് മിനിമം ഓർ മാക്സിമം ഓർ സ്റ്റേഷനറി അല്ലെങ്കിൽ കോൺസ്റ്റന്റ്. ഈ 3 കേസിലും ലൈറ്റ് വിൽ ഫോളോ ദാറ്റ് പാത്ത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് നമ്മൾ നോക്കാം.
ഓക്കെ, അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചു. എ മുതൽ ബി വരെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഞാൻ രണ്ട് കർവ് വരച്ചു. ഓക്കെ, സോ എ സി ബി ആൻഡ് എ സി പ്രൈം ബി. ഓക്കെ, നോർമലി ഒരു കുട്ടിക്കൊരു സംശയം വരാം, ദാറ്റ് ഇസ് എഗെയിൻസ്റ്റ് അവർ ഇൻറ്റ്യൂഷൻ. ലൈക്ക് ഇപ്പോൾ എ മുതൽ ബി വരെ ലൈറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ വളഞ്ഞു പോകുന്ന ലൈറ്റ് വളഞ്ഞു പോകുമോ എന്നൊരു സംശയം നമുക്ക് വരാം. ഓക്കെ, സോ എക്സാക്ട്ലി ഇങ്ങനെ ഒരു പാത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ലൈറ്റ് ഇപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണോ പോവുക? പൊതുവേ നമ്മുടെ ഒരു നോഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രൈറ്റ് ലൈൻ, റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ, ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് മാറാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആക്ച്വലി അതിന് പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു 3 മീഡിയം ഉണ്ടെന്ന് വിചാരിക്കുക. സോ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. ആ ബൗണ്ടറിയിൽ എത്തുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കും, ചെരിഞ്ഞു പോവും, പിന്നെയും ചെരിഞ്ഞു പോവും. ഓക്കെ, സോ അപ്പോൾ ലൈറ്റിന് ഓരോ സർഫസിൽ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ഒരുപാട് സ്ലൈസസ് അറേഞ്ച് ചെയ്ത് വെച്ച് വിചാരിക്കുക. ഓരോന്നിനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യസ്തമാണ്. ഓക്കെ, സോ ഓരോ ബൗണ്ടറിയിൽ എത്തുമ്പോഴും അത് വളഞ്ഞ് തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. സോ യു ക്യാൻ ആക്ച്വലി ബെൻഡ് ദ ലൈറ്റ്. അത് ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ തന്നിരിക്കുന്ന പ്രസന്റേഷന്റെ ബോട്ടത്തിൽ ഒരു ഫിഗർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു പച്ച കളർ ഒരു ബോക്സ്, ഒരു ലോങ് റെക്ടാങ്കുലർ ബോക്സ്. അതിൽ സംതിങ് എന്തോ ഒരു വെള്ളം എന്തുകൊണ്ട്, അപ്പോൾ അതിലൂടെ ഒരു കർവ് ഷേപ്പിൽ ഒരു സാധനം പോകുന്നുണ്ട്. ദാറ്റ് ഇസ് ബേസിക്കലി ലൈറ്റ്, ഒരു ലേസർ ലൈറ്റ് ആണ്. ഗ്രീൻ ലേസർ ആണ് ഷൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ആക്ച്വലി ലൈറ്റ് ബെൻഡ് ചെയ്ത് പോകുന്ന ഒരു ഇതിലാണ്. ഓക്കെ, സോ അതൊരു സ്പെഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. ദാറ്റ് ഷോസ് ദാറ്റ് യു ക്യാൻ ആക്ച്വലി ബെൻഡ് ലൈറ്റ് ഓർ മാനിപ്പുലേറ്റ് ലൈറ്റ് ഇൻ എനി വേ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലൈറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ നോർമൽ കൺസെപ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. അത് ഏത് എക്സ്പെരിമെൻ്റാണെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. ലൈറ്റിനെ ബെൻഡ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ഈ ഷേപ്പിലൊക്കെ ആക്കാൻ പറ്റുമോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, എനിവേ വിൽ കണ്ടിന്യൂ വിത്ത് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ആകെ അത്രയേ ഉള്ളൂ. ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആണ് അത് എക്സ്ട്രീമം ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഡിഫറൻഷ്യൽ ഷുഡ് ബി 0. ഡിഫറൻഷ്യൽ ഓഫ് ടൈം അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഈക്വൽ ടു 0. ഇനി ഇതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ്. അപ്പോൾ അതിലെ applications of Fermat's principle എന്ന് പറഞ്ഞാൽ, ആദ്യം you can derive the law of reflection and refraction using Fermat's principle. സോ പണ്ട് കാലത്ത് നമുക്ക് ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് ലോ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ലോ ഓഫ് റിഫ്രാക്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ 2 ലോസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ദ ഇൻസിഡന്റ് റേ, reflected ray and the normal lies in same plane. രണ്ടാമത്തെ പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ അത് യൂഷ്വലി യു ക്യാൻ നമുക്ക് ഈ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്കത് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു നൗ. ഓക്കെ, നമ്മുടെ ടൈം റണ്ണിങ് ഷോർട്ട് ആവുന്നുണ്ട്. 40 മിനിറ്റ് കഴിഞ്ഞാൽ സൂം കട്ടാവും. സോ വാട്ട് ഐ വിൽ ഡു ഈസ്, ഇത് എന്തായാലും നമുക്ക് കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യാം. ഈ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അടുത്തൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം, അത് വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യാം. സോ നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് രണ്ടാമതും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. വി വിൽ കണ്ടിന്യൂ ദ ക്ലാസ്. ഓക്കെ, എനിവേ അത് കട്ടാകുമ്പോൾ ചെയ്താൽ മതി. കട്ടാകുമ്പോൾ നമുക്ക് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള അടുത്ത സ്ലൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, യു ക്യാൻ സി എ ഫിഗർ. ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമുക്ക് റിഫ്ലക്ഷൻ ആണ് നോക്കേണ്ടത്. സോ വാട്ട് ഐ എം കൺസിഡറിങ് ഈസ് I have a plane mirror M1, M2, M3, M4. ഫിഗർ നോക്കിയാൽ കാണാം, ഒരു പ്ലെയിൻ മിറർ ഉണ്ട്. M1, M2, M3, M4. അത് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി I have another plane which is perpendicular to this mirror. ഈ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ വേറെ പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ പ്ലെയിനിലാണ് ABCD എന്ന് പറയുന്ന 4 പോയിന്റുകളും ഉള്ളത്. So that plane is exactly perpendicular to the mirror. Okay. അപ്പോൾ അതിലെ
ഫിഗർ ശ്രദ്ധിക്കുക. ഫിഗർ ശ്രദ്ധിക്കുമ്പോൾ ലൈറ്റ് ഹാസ് ടു ട്രാവൽ ഫ്രം എ പോയിന്റ് എ ടു എ പോയിന്റ് ബി. എ എന്ന് പറയുന്ന പോയിന്റ് നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യണം ആഫ്റ്റർ റിഫ്ലക്റ്റിംഗ് ഫ്രം ദ മിറർ. ഓക്കെ, നേരിട്ട് പോയാൽ പോരാ, മിറർ ഒന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ബിയിലേക്ക് എത്തണമെങ്കിൽ ആ ലൈറ്റ് ഏത് പാത്ത് ചൂസ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് നമ്മളെ നോർമൽ ഇൻഡ്യൂഷൻ നമുക്കറിയാം, അത് എപ്പോഴും ആ എന്ന് ബിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് ആ എ ബി സി ഡി എന്നുള്ള പ്ലെയിനിൽ ആയിരിക്കും അത് ഇൻസിഡന്റ് ചെയ്യുക. ആ പ്ലെയിനിൽ മിററിലെ പോയിന്റിലായിരിക്കും ഇൻസിഡന്റ് ചെയ്യുക. അപ്പം ഞാൻ ആ ഫിഗറിൽ ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒ എന്ന് പറയുന്ന പോയിന്റ് എ ബി സി ഡി പ്ലെയിനിലും ഉണ്ട്, M1 M2 M3 M4 പ്ലെയിനിലും ഉണ്ട്. ഓക്കെ, ബേസിക്കലി അത് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഒ എന്ന് പറയുന്ന പോയിന്റ്. ഇനി എനിക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡി എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്തു. ദാറ്റ് ഈസ് 0 0 0 XYZ. ഓക്കെ, ഡയറക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടുവേർഡ്സ് റൈറ്റ് ദാറ്റ് ഈസ് എക്സ് ഡയറക്ഷൻ, ടുവേർഡ്സ് അപ്പ് ദാറ്റ് ഈസ് ദ വൈ ഡയറക്ഷൻ, ദെൻ അവേ ഫ്രം ദ പ്ലെയിൻ ആ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്കുള്ള ആ ഡയറക്ഷനാണ് Z ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ സ്മോൾ എ ആയിട്ട് എടുത്തു, ബി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ സ്മോൾ ബി ആയിട്ട് എടുത്തു, ഡി മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസിനെ ഞാൻ സ്മോൾ ഡി ആയിട്ട് എടുത്തു. ഓക്കെ, ദെൻ ഒ എന്ന് പറയുന്ന പോയിന്റ് എ ബി സി ഡിയുടെ അതേ പ്ലെയിൻ തന്നെയാണ് വിത്ത് ഡി ഒ ഈക്വൽ ടു എക്സ്. ആ ഒ എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു ആർബിട്രറി പോയിന്റ് പി ആ മിററിൽ M1 M2 M3 M4 എന്ന് പറയുന്ന പ്ലെയിനിൽ ഒരു ആർബിട്രറി പോയിന്റ് പി എടുത്തു, സച്ച് ദാറ്റ് പി എന്ന് പറയുന്നത് കുറച്ച് സ്ലൈറ്റ്ലി എവേ ഫ്രം ദ പ്ലെയിൻ അറ്റ് എ ഡിസ്റ്റൻസ് Z. ഒരു Z ഡിസ്റ്റൻസിലാണ് ആ പി കുറച്ചും കൂടി തള്ളി നിൽക്കുന്നുണ്ട്, ആ പ്ലെയിനിലല്ല നിൽക്കുന്നത്, അതിന്റെ പുറത്തേക്കാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ അസ്യൂം ചെയ്യാണ് എ എന്നുള്ളൊരു ലൈറ്റ് പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഇൻസിഡന്റ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് തിരിച്ചെത്തി. ഓക്കെ, സോ ലൈറ്റിന് അങ്ങനെ ഒരു പാത്തും ചൂസ് ചെയ്യാം. ഓക്കെ, സോ ടൈം ബീയിങ് ഞാൻ പി എന്ന് പറയുന്ന പോയിന്റ് കുറച്ച് ഇപ്പുറത്തേക്ക് എടുത്തിട്ട് കുറച്ച് മാറ്റി ആ പ്ലെയിനിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് എടുത്തു. ഇനി ഞാൻ അസ്യൂം ചെയ്തു എ എന്നുള്ള ലൈറ്റ് പിയിൽ ഇൻസിഡന്റ് ചെയ്തിട്ട് ബിയിലേക്ക് തിരിച്ചെത്തി. ഓക്കെ, ആക്ച്വലി ഇത് തെറ്റാണ്. ഐ ഹാവ് ടു പ്രൂവ് ദാറ്റ് ഒരിക്കലും അവിടെ തട്ടിയിട്ട് തിരിച്ച് ബിയിൽ എത്തില്ല എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജനറൽ പോയിന്റ് എടുത്തു. ഇനി ഇതിന്റെ എല്ലാം കോർഡിനേറ്റ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സോ ഡിയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 0 0, അതാണ് എൻ്റെ ഒറിജിൻ. എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ദാറ്റ് ഈസ് 0 A 0. എക്സ് ഡയറക്ഷനിൽ 0 ഡിസ്റ്റൻസ് ആണ്, എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നില്ല. വൈ ഡയറക്ഷനിൽ എ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്, സോ വൈ ഡയറക്ഷനിൽ എ ആണ്. Z ഡയറക്ഷനിൽ ഇല്ല, ഒന്നുമില്ല, അതേ പ്ലെയിനിൽ തന്നെയാണ്, എ ബി സി ഡി പ്ലെയിനിൽ തന്നെയാണ്. സോ Z ഡയറക്ഷനിൽ 0. സോ ദാറ്റ് ഇസ് ദ കോർഡിനേറ്റ് ഓഫ് എ. ഓക്കെ, ഇനി ബിയുടെ കോർഡിനേറ്റ് നോക്കാം. ബിയുടെ കോർഡിനേറ്റ്, സോ ഡിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഡി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, വൈ ഡയറക്ഷനിൽ ബി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, Z ഡയറക്ഷനിൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല. സോ കോർഡിനേറ്റ് ഓഫ് ബി ഈസ് DB0. ഓക്കെ, നൗ കോർഡിനേറ്റ് ഓഫ് പി. കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുന്നത് ഓന്റെ അതേ ഡയറക്ഷനിലാണ്, എക്സ് ഡയറക്ഷനിൽ ഓന്റെ അതേ ഡിസ്റ്റൻസ് പോകണം, ദാറ്റ് ഇസ് എക്സ്, സ്മോൾ എക്സ് ഡിസ്റ്റൻസ് പോയി. ദെൻ വൈ ഡയറക്ഷനിൽ ഒന്നും പോകണ്ട, സോ വൈ ഡയറക്ഷനിൽ ഡിസ്റ്റൻസ് 0. ദെൻ Z ഡയറക്ഷനിൽ സ്മോൾ z ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം. സോ ദ കോർഡിനേറ്റ് ഓഫ് പി ഈസ് x 0 z. ഓക്കെ, ഈ ഡിസ്റ്റൻസുകളൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് മിനിമം ആയിട്ടുള്ള കണ്ടീഷനിലാണ്, അതാണ് മിനിമം ആയിരിക്കണമെന്നാണ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്? ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് എ എന്ന് പിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് ബിയിലേക്ക് എത്തി എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഈസ് AP + PB. സോ ദാറ്റ് ഈസ് ദ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. അപ്പൊ അടുത്ത സ്ലൈഡ് എടുത്ത് നോക്കിയാൽ അറിയാം, ദ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് L = AP + PB. ബേസിക്കലി ഞാൻ അവിടെ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് അല്ല എഴുതിയിരിക്കുന്നത്, ഞാനത് ജോമെട്രിക്കൽ പാത്ത് ലെങ്ത് എഴുതിയിരിക്കുന്നത്. ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ എല്ലിനെ എനിക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ,
ഇപ്പം ഞാനിവിടെ എയർ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. സോ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്തും ജോമെട്രിക്കൽ പാത്ത് ലെങ്ത്തും സെയിം ആയിരിക്കും. സോ അല്ലാത്ത കേസിൽ നിങ്ങൾ ഇത് ചെയ്യണം. സോ എൽ ഈക്വൽ ടു എ പി പ്ലസ് പി ബി, അതാണ് ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത്. ഇത് മിനിമം ആയിരിക്കണം. സോ ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് എൽ. എ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇപ്പം നമുക്ക് 2 പോയിന്റ് കിട്ടുന്നുണ്ട്. എ പറയുന്നത് 0 A0, അതാണ് കോർഡിനേറ്റ്സ്. പി എന്ന് പറയുന്നത് x0 z, അതാണ് അതിന്റെ കോർഡിനേറ്റ്സ്. ഓക്കെ, സോ എ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, വി വിൽ കണ്ടിന്യൂ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എ മുതൽ ബി വരെയുള്ള ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ് ത്രൂ എ പോയിന്റ് പി. ഓക്കെ, സോ എ പി പ്ലസ് പി ബി. സോ നമ്മുടെ അടുത്ത് കോർഡിനേറ്റ്സ് എല്ലാം ഉണ്ട്. സോ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ പ്ലസ് z1 മൈനസ് z2 ഹോൾ സ്ക്വയർ, അതിന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ്. സോ എൽ ഈക്വൽ ടു ആദ്യം എ പി കണ്ടുപിടിക്കാനായിട്ട്, സോ x മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് z മൈനസ് 0 ഹോൾ സ്ക്വയർ, അതിന്റെ റൂട്ട് പ്ലസ് പി ബി എന്ന് പറയുന്നത് x മൈനസ് ഡി ഹോൾ സ്ക്വയർ, സോറി ഡി മൈനസ് എക്സ്, ആ ഡിസ്റ്റൻസ് ഡി മൈനസ് എക്സ് ആണ്. ഡി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് z മൈനസ് 0 ഹോൾ സ്ക്വയർ. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലിന് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതാണ് നമ്മൾ പാത്ത്. ഓക്കെ, ഇനി ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ പറയുന്നത് ഈ പാത്ത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു സം പാരാമീറ്റർ. ഏത് പാരാമീറ്റർ? ഈ പാത്ത് ചേഞ്ച് ചെയ്യിക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ ആ z ഡിസ്റ്റൻസും സ്മോൾ എക്സ് ഡിസ്റ്റൻസും ആണ് ആ പി എന്ന് പറയുന്ന പോയിന്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു z, if you differentiate, that should be 0. So that is the Fermat's principle പറയുന്നത്. സോ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. സോ എല്ലിന്റെ എക്സ്പ്രഷൻ നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, സോ എല്ലിനെ ഐ എം ഗോയിങ് ടു ഡിഫറൻഷിയേറ്റ് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു z. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റൂട്ടിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/2 എക്സ് റേസ് ടു മൈനസ് 1/2, അല്ലെങ്കിൽ 1/2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, പ്രസന്റേഷൻ നോക്കിയാൽ കാണാം, ഇൻറ്റു ആ റൂട്ടിന്റെ ഉള്ളിലുള്ളതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു z. ഓക്കെ, അപ്പോൾ അതിൽ എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ 0 ആയിരിക്കും, എ സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ 0 ആയിരിക്കും, സെഡ് സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 2z ആയിരിക്കും. ബിക്കോസ് എക്സ് ഈസ് കൺസിഡർ ആസ് കോൺസ്റ്റന്റ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. സിമിലർലി അടുത്ത ടേം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഹാഫ് ഇൻറ്റു 1/√ ഓഫ് ആ എക്സ്പ്രഷൻ അതേപോലെ വരും, ഇൻറ്റു 2z മേലെ കയറി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ z ഇൻറ്റു ഒരു ബ്രാക്കറ്റിൽ 1/√ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 1/√ ഓഫ് എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, അത് 0 ആയിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ കണ്ടീഷൻ. ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള കണ്ടീഷനാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റൂട്ടിന്റെ ഉള്ളിൽ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ സ്ക്വയറുകളാണ്. സ്ക്വയറുകൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. അതെല്ലാം കൂടി പോസിറ്റീവ് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരിക്കലും ദാറ്റ് കനോട്ട് ബിക്കം 0. അപ്പൊ എന്തായിരിക്കും 0? z ആയിരിക്കും 0. സോ വി ഫൗണ്ട് ദാറ്റ് z ഈക്വൽ ടു 0. z ഈക്വൽ ടു 0 എന്ന് പറയുന്ന p എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കണം? z 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ബി സി ഡി എന്ന് പറയുന്ന അതേ പ്ലെയിനിൽ p എന്ന് പറയുന്ന പോയിന്റ് വരും. സോ ദാറ്റ് മീൻസ് ആ പിക്ക് ഒരിക്കലും ആ പ്ലെയിനിന്റെ പുറത്തേക്ക് വരാൻ പറ്റില്ല. സോ ദാറ്റ് മീൻസ് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ലൈസ് ഇൻ സെയിം പ്ലെയിൻ. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. സോ പി എന്ന് പറയുന്ന പോയിന്റ് ഒരിക്കലും ആ പ്ലെയിനിന്റെ പുറത്തേക്കോ അല്ലെങ്കിൽ ആ സൈഡിലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. z ഈക്വൽ ടു 0. അതാണ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് കിട്ടിയത്. So we have proved, അല്ലെങ്കിൽ we have arrived first law of reflection. First law of reflection നമ്മൾ prove ചെയ്തു. Okay. Now we will go to the second law of reflection. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ z 0 ആണെന്ന് കണ്ടുപിടിച്ചു. ഇപ്പോൾ നമ്മുടെ നേരത്തെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു എല്ലിന്റെ. ഓക്കെ, അപ്പോൾ അതിൽ z പകരം നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് എല്ലിന്. സോ എൽ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ്
റൂട്ട് ഓഫ് എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നൗ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. ഇവിടെ ഒരു വേരിയബിളും കൂടി ഉണ്ട്. അതായത് ഇത് ഏത് പോയിന്റിൽ, ഇപ്പൊ ഒരു പ്ലെയിനിൽ തന്നെ ആയിരിക്കും എന്ന് മനസ്സിലായി. ഇനി ആ ഓ എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് ലെഫ്റ്റ്, ഹലോ ഗൂഗിളിനെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ അവൻ വെയിറ്റിംഗ് ആണെന്ന് പറയാം. ആ ശരി ശരി ആഡ് ചെയ്തു. ശരി ഓക്കെ. സോ എല്ലിന് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടി. സെറ്റ് 0 ആയിട്ട് ചെയ്തു. നൗ ഓ എന്ന് പറയുന്ന പോയിന്റ് യു ക്യാൻ മൂവ് ടുവേർഡ്സ് ലെഫ്റ്റ് ഓർ ടുവേർഡ്സ് റൈറ്റ് അലോങ് ദാറ്റ് ലൈൻ ഡി സി. ഡി സി എന്ന് പറയുന്ന ലൈനിലൂടെ ഓ വേണമെങ്കിൽ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം, റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അത് ഏത് പോയിന്റിൽ വന്നിട്ട് വീണാലാണ് ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുക. എ എന്നുള്ള ഒരു ലൈറ്റ് ഏതൊരു പോയിന്റിൽ വീണാലാണ് ബിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓ എന്ന് പറയുന്ന പോയിന്റ് എക്സ് ഡിസ്റ്റൻസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇനി വേരിയബിൾ എക്സ് ആണ്. സെഡ് വേരിയബിൾ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 0 ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് സെഡ് 0 ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, നൗ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അഗെയിൻ യു വിൽ ഗെറ്റ് എൻ എക്സ്പ്രഷൻ ലൈക്ക് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 0. അങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ അതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു ഡി മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഒന്നും കൂടി ഒബ്സർവ് ചെയ്യുക. നമ്മുടെ ഫിഗറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ ഡി ഒ കൺസിഡർ ചെയ്യുക. എ ഡി ഒ, അതിൽ ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നെ ആയിരിക്കും. ആംഗിൾ എ ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് ഡി എ ഒ എന്ന് പറയുന്ന ആംഗിൾ ഐ എൻ എ ആയിരിക്കും. ഫിഗർ നോക്കിയാൽ മതി, സിമെട്രി വഴി കിട്ടും. ഓക്കെ, അപ്പോൾ അവിടുന്ന് വാട്ട് ഈസ് സൈൻ ഐ എന്നുള്ളതാണ് ചോദ്യം. ആ ട്രയാങ്കിൾ എ എന്ന് പറയുന്ന ഐ ആണെന്ന് മനസ്സിലായി. ആംഗിൾ എ എന്ന് പറയുന്ന ഐ ആണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ്. ഓക്കെ, സോ സൈൻ ഐ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്ന എക്സ് ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ റൂട്ടാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ എക്സ്പ്രഷനിലെ എൽ എച്ച് എസിൽ കിടക്കുന്നത് സൈൻ ഐ ആണ്. സിമിലർലി അടുത്ത ട്രയാങ്കിൾ ബി സി ഒ എടുക്കുക. ബി സി ഒ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംഗിൾ ബി ഈക്വൽ ടു ആർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അവിടുന്ന് അഗെയിൻ യു ക്യാൻ കാൽക്കുലേറ്റ് സൈൻ ആർ. ആ ട്രയാങ്കിൾ നമുക്ക് സൈൻ ആർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരത്തെ എഴുതിയ ഇക്വേഷനിലെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡി മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഡി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണെന്ന് മനസ്സിലാവും. ഓക്കെ, സോ വാട്ട് വി ഹാവ് പ്രൂവ്ഡ് ഈസ് എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് പറഞ്ഞാൽ സൈൻ ഐ ഈക്വൽ ടു സൈൻ ആർ. ഓക്കെ, അല്ലെങ്കിൽ ഐ ഈക്വൽ ടു ആർ. So angle of incident equal to angle of reflection. So that is the second law of reflection. Okay, അപ്പോൾ നമുക്ക് മനസ്സിലായി ഓ എന്ന് പറയുന്ന പോയിന്റ് എത്താനുള്ള കണ്ടീഷൻ എന്തായിരിക്കണം, ഓ എവിടെ ആയിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കൊക്കെ നീങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓ എന്ന് പറയുന്ന പോയിന്റ് that will be chosen by the light such that angle of incident equal to angle of reflection. സോ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി പവർഫുൾ ടൂൾ. അത് പറയുന്നത് വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ പറയുന്നത് ടൈം ടേക്കൺ ബൈ ദ ലൈറ്റ് ടു ട്രാവൽ ഫ്രം എ ടു ബി ഈസ് മിനിമം, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പാത്ത് ലെങ്ത് ഫ്രം എ ടു ബി ഈസ് മിനിമം. ആ ഒരു പാത്തിൽ മാത്രമേ ലൈറ്റ് പോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ദറ്റ്സ് എ പവർഫുൾ ടൂൾ. നമുക്ക് ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് മൊത്തം ഈ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും. സോ വി ഹാവ് പ്രൂവ്ഡ് laws of reflection. First law, second law you got from this Fermat's principle. Okay, ഇപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. എക്സാമിന് എങ്ങനെ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കും. ഡിറൈവ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ യൂസിങ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. ആദ്യം ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ പറയുക, ദെൻ ലോ ഓഫ് റിഫ്ലക്ഷൻ ഡിറൈവ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൂവ് ലോ ഓഫ് റിഫ്ലക്ഷൻ, ലോസ് ഓഫ് റിഫ്ലക്ഷൻ യൂസിങ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. സോ ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഇതൊരു അപ്രോച്ചാണ്. വേറെ അപ്രോച്ചിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. തൽക്കാലം ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല. സോ നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ലോ ഓഫ് റിഫ്രാക്ഷൻ. നമ്മൾ നേരത്തെ ഇതേ ചെയ്ത പോലെ തന്നെ നമുക്ക് യു ഹാവ് ടു പ്രൂവ് ലോ ഓഫ് റിഫ്രാക്ഷൻ ഫ്രം യൂസിങ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ. അത് നമ്മൾ
അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും.